തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടത്തിലായിട്ട് നടക്കുകയാണ്. അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നൊരുക്കം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. കഴിഞ്ഞ 2 തവണയായിട്ട് കേരളം ഭരിക്കുന്ന LDF സർക്കാരിന് വീണ്ടും അധികാരത്തിലെത്താൻ തൊട്ടു മുമ്പ് നടക്കുന്ന ഈ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ജയിക്കണം. അതേപോലെ തന്നെ UDF-നാണെങ്കിൽ 2 തവണയായിട്ട് അധികാരത്തിലിരിക്കുന്ന LDF-ന് അധികാരം തിരിച്ചു പിടിക്കണമെങ്കിൽ തങ്ങൾക്ക് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് അതൊരു അത്യാവശ്യമാണ്. അതേപോലെ തന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കാര്യമായിട്ട് ഇൻട്രോഡ്സ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. പറ്റുമെങ്കിൽ തങ്ങൾ അധികാരം പിടിച്ചെടുക്കുമെന്ന് പറയണമെങ്കിൽ പോലും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ രാഷ്ട്രീയമായ പ്രാധാന്യമാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ളത്. കേരളത്തിലെ ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ പാറ്റേൺ ആണ് ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു പാറ്റേൺ ആണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പാറ്റേൺ ആണ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പാറ്റേൺ ആണ്. എന്നാൽ പോലും കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യമായ റിലവൻസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്, എങ്ങനെയായിരിക്കും സ്ഥിതിഗതികൾ ഉണ്ടാവുന്നത്, ഫലം എങ്ങനെയുണ്ടാവും എന്നുള്ളതിനെ കുറിച്ചൊരു വിശകലനം നടത്തുകയാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധനായ ഡോക്ടർ കെ ജയപ്രസാദ്. 2025 നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായ തിരഞ്ഞെടുപ്പായി മാറും. ചരിത്രപരമായ തിരഞ്ഞെടുപ്പ് എന്ന് ഞാൻ പറയാൻ കാരണം 1960 ശേഷം, വിശേഷിച്ച് 1960 ശേഷമുള്ള കേരളത്തിൽ, 67 ശേഷമുള്ള കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണാൻ കഴിയുന്ന ഒരു ബൈപോളർ പോളിറ്റിക്സ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു ബൈപോളർ കോയിലേഷൻ പോളിറ്റിക്സ് ഡെവലപ്പ് ചെയ്യുണ്ടായി. ഒരിക്കലും ഒരു തേർഡ് ഫോഴ്സിന് കടന്നു ചെല്ലാൻ കഴിഞ്ഞില്ല. ഇന്നലെ കോൺഗ്രസിൽ പലപ്പോഴും സ്പ്ലിറ്റ് ഒക്കെ ഉണ്ടായിട്ട് പോലും കരുണാകരൻ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ട്, എന്നിട്ട് പോലും ഒരു തേർഡ് ഫോഴ്സിന് കേരളത്തിൽ സർവൈവ് ചെയ്യാൻ ഗ്രൂപ്പ് മുന്നണിയിലേക്ക് പോകേണ്ടത്. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ ഇടത് വലത് മുന്നണി വളരെ ഫ്ലെക്സിബിൾ ആണ്. ഇടതിൽ നിന്ന് ചാടുന്ന ഏതൊരാളിനും വലതിൽ നിന്ന് ചാടുന്ന ഏതൊരാളിനും ഇടതിലും വരാം. അത് മുസ്ലിം ലീഗും എല്ലാത്തരം മുസ്ലിം പാർട്ടികൾക്കും ഇത് ബാധകമാണ്. CPI കുറെ കാലം, അതെ, CPI-യും RSP-യും മുസ്ലിം ലീഗും ഒക്കെ ഇടതിലും വലതിലും. കേരള കോൺഗ്രസ് അതുകൊണ്ട് അത്രയും ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു കേരള ബൈപോളർ പൊളിറ്റിക്സ്. കോൺഗ്രസിലെ ഒരു വിഭാഗം, അതെ, വിഭാഗം 80-ല് ഇടതുപക്ഷത്തോടൊന്നും ചേർന്നാണ് ഭരിച്ചിരുന്നത്. അപ്പൊ ഇതില് മറ്റേ നമ്മൾ കാണാൻ പോകുന്നത് ആ ബൈപോളർ പൊളിറ്റിക്സില് കാര്യമായ വിള്ളലുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 70-75%, 70 മുതൽ 75% താഴെ വോട്ടിലേക്ക് ഇരു മുന്നണികളും ചുരുങ്ങും. ഒരു രണ്ടുപേരിരിക്കുന്ന ഒരു ബസ്സിലെ സീറ്റിലേക്ക് ഒരു അതിൽ സ്പേസ് ഉണ്ടാവുന്നതാണ്. അതവിടെ പറയാൻ കാരണം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾക്ക് 78% വോട്ടാണ് കിട്ടിയത്. നമ്മളൊരു 10 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 20 വർഷത്തിന് മുമ്പ് 95% വോട്ട്, അതായത് ചില സ്വതന്ത്രന്മാരുടെ, അതെ, വെറും സ്വതന്ത്രരുടെ വോട്ട് മാത്രമല്ല, 95-96% വോട്ട് നമ്മൾ 80-കളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇടത് വലത് മുന്നണി പോകുന്ന സാധ്യത അത് 78% ലോക്സഭയിൽ മാറി. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 70-72% ഈ വോട്ട് വീണ്ടും താഴാൻ സാധ്യതയുണ്ട്. 1/4 ആളുകൾ ഈ കോalition-ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ. അതെ. അപ്പൊ അതില് പ്രധാനമായിട്ടും അതിലേക്ക് കടന്നു വരുന്നത് BJP ആണ്. BJP-ക്ക് ഞാൻ എന്റെ കണക്കുകൂട്ടലിൽ BJP-ക്ക് 22% മുതൽ അതിന് മുകളിലേക്ക് 25% വരെയും പോകാം. 19% അല്ല, കഴിഞ്ഞ ലോക്സഭയിൽ 19% ഉണ്ടായിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 15% വോട്ട് BJP നേടിയിരുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ വോട്ട് ശതമാനം 22-നും അതിന് മുകളിലേക്ക്, താഴോട്ട് പോകില്ല എന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. മാത്രമല്ല, BJP ഈ തവണ 90% സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. സീറ്റിന്റെയും കൂടുതലാണ്. പ്രവർത്തനത്തിൽ നമ്മളൊരു നിരീക്ഷിക്കുന്ന ഒരാളിന് കേരളത്തിൽ BJP-യുടെ പ്രവർത്തനം വളരെ സജീവമായിട്ട് വന്നിട്ടുണ്ട്. പല മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളിലും ഇത്തവണ ഹങ് കോർപ്പറേഷനും ഹങ് മുനിസിപ്പാലിറ്റികളാവും. പഞ്ചായത്തുകളിലും അത് ആവർത്തിക്കും. ഇപ്പൊ കഴിഞ്ഞ നമ്മൾ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2015 ശേഷമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ LDF-നും UDF-നും ഒരുപോലെ ക്ഷീണം ഉണ്ടാകുകയാണ്. നമ്മൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സാധാരണ നമ്മൾ റിസൾട്ട് സീറ്റ് കൂടുന്നുണ്ടെങ്കിലും വോട്ടിംഗ് പെർസെന്റേജ് മാത്രമല്ല, പഞ്ചായത്തുകളുടെ നമ്പറിൽ അവർക്ക് സീറ്റ് കുറയുന്നുണ്ട്. അതിന് പ്രധാന കാരണം, ഒരു ഭാഗത്ത് BJP മുന്നേറിയത്, മറ്റൊന്ന് SDPI പോലെയുള്ള പാർട്ടികൾ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി. ഇപ്പൊ SDPI ഏതാണ്ട് 4000 സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ഇത്തവണ. അവരുടെ പാർട്ടിയുടെ ഒരു ഇനിഷ്യേറ്റീവ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രത്തിന് പുറത്ത്, വിശേഷിച്ചും തിരുക്കൊച്ചി ഭാഗത്തും ഉത്തര മലബാറിലുമൊക്കെ അല്ലെങ്കിൽ കാസർഗോഡ് ഭാഗത്തുമൊക്കെ ചിലപ്പോൾ അവർക്ക് കുറച്ച് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും.
അപ്പൊ അതും ബാധിക്കുന്നത് മുഖ്യധാരാ മുന്നണികളെയാണ്. ഇടതിന്റെ BJP അല്ല ബാധിക്കുന്നത്, UDF-നെയും LDF-നെയുമാണ്. വെൽഫെയർ പാർട്ടി ഇത്തവണ UDF-നാണ് കൊടുക്കുന്നത്. പക്ഷേ SDPI അവർക്കൊരു വിശാല അജണ്ടയുണ്ട്. അവരുടെ ശക്തി തെളിയിച്ചുകൊണ്ട് ഇടതോ വലുതോ മുന്നണിയിലോ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ കയറും. വെൽഫെയർ പാർട്ടിയെ നേരത്തെ ഇരു മുന്നണികളും തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ UDF-ന് സ്വീകാര്യമായി. പണ്ട് അടിയിൽ കൂടെ LDF-ന് സ്വീകാര്യമായിരുന്നു. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ SDPI-യും മുസ്ലിം ലീഗിനെ പോലെ തന്നെ UDF-നോ LDF-നോ സ്വീകാര്യമാകുന്ന സാഹചര്യം കേരളത്തിൽ ഒരുങ്ങി വരും. അപ്പൊ ആ ഒരു അതുകൊണ്ട് തന്നെ അവർ ശക്തി തെളിയിക്കുക മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധനത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പൊ അവരുടെ ഒരു ശക്തി തെളിയിക്കാനുള്ള ശ്രമം ഉണ്ടാവും. അതും BJPക്ക് ഗുണകരമായി മാറും. കാരണം BJPക്കെതിരായ വോട്ടിന്റെ കൺസോളിഡേഷൻ കുറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഒരുപാട് മണ്ഡലങ്ങൾ, നമ്മുടെ വാർഡുകളിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട്. അപ്പം മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നത് BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന്റെ വോട്ട് CPM-ന് പോകില്ല. അതുപോലെ BJPയെ തോൽപ്പിക്കാൻ CPM-ന്റെ വോട്ട് കോൺഗ്രസിനും പോകില്ല ഈ തെരഞ്ഞെടുപ്പിൽ. അതേസമയം ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത് കഴിഞ്ഞ തവണ ഉണ്ടായി, പാലക്കാട് ഇതുണ്ടായി, അല്ലെങ്കിൽ പന്തളം പോലെയുള്ള ഭാഗങ്ങളുണ്ടായി, പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു. കഴിഞ്ഞ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരു ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമില്ലാതെ അവർക്ക് ഭരിക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ മൗനസമ്മതത്തോടെയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ 2015 മുതൽ അതിനൊരു എക്സാമ്പിളാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഇപ്പം 2026 തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലായിട്ട് ഇത് മാറും. അപ്പം ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ 2026 തെരഞ്ഞെടുപ്പിലും ഒരു ഹങ് അസംബ്ലിയുടെ സാധ്യത വളരെ വലുതാണ് കേരളത്തിൽ. കാരണം മൂന്നാമതൊരു ഫോഴ്സ് 20% പ്ലസ് നമ്മുടെ ഒരു പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു തേർഡ് ഫ്രണ്ട് 20+ വോട്ട് നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഹങ് അസംബ്ലിക്ക് സാധ്യത വളരെ കൂടുതലാണ്. അവരുടെ വോട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമല്ല, അത് സ്പ്ലിറ്റ് അപ്പ് ചെയ്താൽ അത് അല്ലല്ല വിജയ സാധ്യതകൾ. ഉദാഹരണത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏതാണ്ട് 11 സീറ്റുകളിൽ BJP ഒന്നാം സ്ഥാനത്തും 8ഓളം സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തും ഏതാണ്ട് ഒരു 10ഓളം സീറ്റുകളിൽ വളരെ നിയർ ബൈ തേർഡാണ്. അപ്പൊ നമ്മൾ തേർഡ് എന്ന് പറയുന്നത് ടെക്നിക്കലി തേർഡാണെങ്കിലും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ താഴെയല്ല നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു 30ഓളം മണ്ഡലങ്ങളിൽ 30ഓളം നിയമസഭാ 30 മുതൽ 45ഓളം നിയമസഭാ മണ്ഡലങ്ങളുടെ വിധി നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഇടതിന് അനുകൂലമാകാം, ചിലപ്പോൾ BJPക്ക് അനുകൂലമാകാം. ഞാൻ പറയാൻ കാരണം ഈ ത്രികോണ മത്സരം വരുമ്പോഴത്തേക്കും 33% വോട്ട് കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഈ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടാവും. ഇപ്പൊ സ്വാഭാവികമായിട്ടും BJP ഒരു നോമിനൽ ഫോഴ്സിൽ നിന്ന് ഒരു മേജർ ഫോഴ്സായിട്ട് എമർജ് ചെയ്ത് വരുമ്പോൾ ത്രികോണ മത്സരത്തിന്റെ സാധ്യത BJP നമ്മൾ വിചാരിക്കാത്ത മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭയിൽ അതുണ്ടായി. ഇപ്പൊ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും ആറ്റിങ്ങൽ നിയോജക മണ്ഡലം എല്ലാ സർവേയിലും ആറ്റിങ്ങൽ നിയോജക മണ്ഡലം ഇടതുപക്ഷത്തിന് കൊടുത്തിരുന്നു. അപ്പൊ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തില് ഇടതുപക്ഷവും BJPയും തമ്മിലെ വോട്ട് വ്യത്യാസം എന്താണ്? 1% താഴെയാണ്. അപ്പൊ ആ തരത്തിൽ ആലപ്പുഴയിൽ വരുമ്പോഴും വളരെ ക്ലോസ് ആയിട്ട് BJP വരുന്നുണ്ട്. അപ്പം തെക്കൻ കേരളം പ്രത്യേകിച്ച് അല്ല തൃശ്ശൂര് നമ്മൾ പറയുന്നത് അല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കണ്ണൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ പല പാർട്ടി ഗ്രാമങ്ങളിലും കാര്യമായ വിള്ളലുണ്ടായിട്ടുണ്ട്. നമ്മൾ വോട്ടിനെയാണ് നോക്കേണ്ടത്, ജയത്തിന്റെ അല്ല. നമ്മൾ സാധാരണ ഒരു നിരീക്ഷകര് നമ്മൾ നോക്കുന്നത് ജയവും തോൽവിയാണ്, പരീക്ഷയ്ക്ക് ജയിച്ചു തോറ്റു എന്നുള്ള. പക്ഷെ നമ്മളൊരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ കേവലം ജയത്തിന്റെ അടിസ്ഥാനത്തിലല്ല പറയേണ്ടത്. കാരണം വോട്ടിംഗ് പാറ്റേൺ അത് ത്രികോണ മത്സരത്തിന്റെ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു ചെറിയ കമ്മ്യൂണൽ പോളറൈസേഷൻ, തോൽക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥി തോൽക്കാം. അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എങ്ങനെയാണ് തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ 2014 4 നിയമസഭാ മണ്ഡലത്തിൽ BJP ആണ് ജയിച്ചത്. പക്ഷെ 3 മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ടാണ് ശശി തരൂർ ജയിച്ചത്. അപ്പൊ അതുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നമ്മൾ നിരീക്ഷണം നോക്കുമ്പോൾ അതിന്റെ വോട്ടിംഗ് പാറ്റേൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദുർബലമായ CPM-ഉം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച CPM ഭരണവും ഏറ്റവും ദുർബലമായ കോൺഗ്രസും അതുപോലെ ജനങ്ങളുടെ പ്രതിഷേധം സാധാരണ ഭരണകക്ഷിക്കെതിരായിരിക്കും. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഭരണകക്ഷിക്കും പ്രധാന പ്രതിപക്ഷത്തിനെതിരാണ്. അപ്പം കോൺഗ്രസ് ഇത്രയും ദുർബലമായ പ്രതിപക്ഷം, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്രയധികം നേതൃത്വ രാഹിത്യം ഉണ്ടായ ഒരു കാലഘട്ടമില്ല. ഒരു കാലഘട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന വളരെ വൈബ്രന്റ് ആയ ഒരു പ്രസ്ഥാനമായിരുന്നു. കേരളത്തിൽ 10 വർഷമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന DYFIക്ക് ബദലായിട്ട് യൂത്ത് കോൺഗ്രസ് വരേണ്ടതായിരുന്നു.
പക്ഷേ ഇപ്പൊ യൂത്ത് കോൺഗ്രസും ഇല്ല, DYFIയും ഇല്ലാത്തൊരവസ്ഥയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റോ KPCC പ്രസിഡന്റോ ഒന്നും സാധാരണക്കാർക്ക് ഇന്ന് പരിചിതം പോലും അല്ല. ഒരുപക്ഷെ നമ്മളൊരു സാധാരണക്കാരുടെ മുന്നിലേക്ക് പഴയ കാലത്തെ കോൺഗ്രസിന്റെ ആന്റണിയുടെയും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെയും അതിനു മുമ്പ് കരുണാകരന്റെ ആ കാലഘട്ടത്തിൽ സാധാരണക്കാരുടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ KPCC പ്രസിഡന്റ് അറിയപ്പെടുന്ന ഒരാളായിരിക്കും. ഇത്രയധികം ഒരു മീഡിയ അട്രാക്ഷൻ ഇല്ലാത്ത നേതൃത്വത്തിൽ അതിനോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംഭാവന മറ്റൊന്നാണ്. അല്ല, പക്ഷെ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അല്ല, വിഷയമാവില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വോട്ട് അതാത് വാർഡിലെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വോട്ട് ചെയ്യുക ആൾക്കാർ. ഇത് പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴുണ്ടാകുന്നത് പോലെയുള്ള ഒരു സ്വാധീനം ഇതിനകത്തുണ്ടല്ല. സ്വാഭാവികമായിട്ടും ഉണ്ടാവും, കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ വാർഡ് തലത്തിലുള്ള പാർട്ടിയുടെ പ്രവർത്തനം. ഉദാഹരണത്തിന് ലോകസഭയിൽ എങ്ങനെയാണ് കോൺഗ്രസ് ജയിക്കുന്നത്? ഒരു വർക്കും ചെയ്യാതെ ജയിക്കുന്നുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങൾ മുഴുവനും കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്യും. അതായത് 37% നിയമസഭയിൽ കിട്ടിയ കോൺഗ്രസ് 45% വോട്ടിലേക്ക് പാർലമെന്റിലേക്ക് വരികയാണ്. അത് പാർട്ടിയുടെ കഴിവുകൊണ്ടല്ല, കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിലും ഇടതുപക്ഷത്തിന് ദേശീയ തലത്തിൽ സ്വാധീനമില്ല. BJPയെ തോൽപ്പിക്കാനായിട്ട് കോൺഗ്രസിന് കൊടുക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ മികവല്ല, സാഹചര്യം കൊണ്ട് കോൺഗ്രസ് അവിടെ മുന്നേറുന്നേ ഉള്ളൂ. അപ്പൊ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല വരുന്നത്. അപ്പൊ നമ്മളുടെ വീടുകളിൽ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ പലയിടത്തും ഇടതുപക്ഷത്തിന്റെ അംഗങ്ങൾ വളരെ സജീവമായിട്ടുള്ള അംഗങ്ങളുണ്ട്. കാരണം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം. അപ്പൊ ആ പാറ്റേണിൽ പല സ്ഥലങ്ങളിലും എന്റെ നിരീക്ഷണത്തിൽ BJP പ്രവർത്തിക്കുന്നത്, BJPയുടെ പ്രവർത്തകർ ഒരുപാട് സ്ഥലങ്ങളിൽ ആക്റ്റീവായിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസിന് ആ തരത്തിലുള്ള ഒരു, മാത്രമല്ല അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും എല്ലാത്തിലും അവരുടെ ഒരു സംഘടനാപരമായിട്ട് ലോകത്തിൽ തന്നെ നമുക്കറിയാം, അവർ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉടനെ ഒരു കല്യാണം ഉണ്ടാവും വേണ്ടി വരും. KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ തന്നെ 65 ഡസനോളം ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ടും സംതൃപ്തമല്ലാത്തൊരു സിസ്റ്റമാണ്. അല്ല, നമുക്കിപ്പം ഒരു മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു ലെഫ്റ്റിന്റെ കുറച്ചുകൂടി സ്വാധീനം ഉണ്ടാവാൻ എനിക്ക് എന്റെ ഒരു നിരീക്ഷണത്തില് സ്വാധീനമല്ല, അഡ്വാൻറ്റേജ് ഇടതുപക്ഷത്തിനാണ്. കോൺഗ്രസിനുണ്ടാകുന്ന ദൗർബല്യം ഇപ്പൊ ഉദാഹരണത്തിന് മലബാറിലെ മണ്ഡലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ്, പക്ഷെ മലപ്പുറം ജില്ലയിലെല്ലാം അല്ല, മലപ്പുറം ജില്ലയും എറണാകുളം ജില്ലയിലും കോൺഗ്രസിന് സാമാന്യം, ഇടുക്കിയും ഒക്കെ കോൺഗ്രസിന് സാമാന്യം വരും. പക്ഷെ ഇടുക്കിയിൽ നമ്മൾ ഗ്രാസ് റൂട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷത്തിനാണ് അഡ്വാൻറ്റേജ്. ഇപ്പൊ കോട്ടയത്ത് കേരള കോൺഗ്രസ് ഏതാണ്ട് വളരെ ദുർബലമായ ഒരവസ്ഥയിലാണ്. ഇപ്പം മാണി ഗ്രൂപ്പും പൊതുവെ കേരള കോൺഗ്രസ് എല്ലാം ക്ഷീണിച്ചിട്ടുണ്ട്, രണ്ട് മുന്നണിയിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് BJPക്കാണ്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ഇടതുപക്ഷത്തിനും അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇപ്പം തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും കോൺഗ്രസിന് ഒരു റിവൈവലിന്റെ സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ ആലപ്പുഴ നിയോജക മണ്ഡലത്തിലും ഇടതുപക്ഷവും BJPയും കൂടെ ആയിരിക്കും മുന്നണിയിലേക്ക് വരിക. പിന്നെ ന്യൂനപക്ഷങ്ങളെ വോട്ടിൽ കുറെയെങ്കിലും SDPIയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, വെൽഫെയർ പാർട്ടിയിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അപ്പം വെൽഫെയർ പാർട്ടി മുസ്ലിം ലീഗിനെയും കൂടെ നിൽക്കുന്നതുകൊണ്ട് ഒരു പരിധി വരെ മലബാറിൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകാം. പക്ഷെ മറ്റു മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ല അത് ഇടതുപക്ഷത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധ്യതയില്ല. പക്ഷെ BJP മുന്നിൽ വരും. നഗരസഭകളിലെ UDFന് അനുകൂലമായി എറണാകുളത്തിനപ്പുറം ഒരു നഗരസഭയും UDFന് അനുകൂലമാകാൻ സാധ്യതയില്ല. കാരണം കൊല്ലത്തിന്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലത്ത് ഒരിക്കലും നഗരസഭകളിൽ ഒന്നിൽ ഹങ് സഭകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് തൃശ്ശൂര് തിരുവനന്തപുരം വരെ BJP വൻപിച്ച മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. ഭരണത്തിലേക്ക് വരാനുള്ള കൊല്ലത്ത് പക്ഷെ ഞാൻ ഭരണത്തിലേക്ക് വരുമെന്ന് ഞാൻ പറയാം. തിരുവനന്തപുരം തൃശ്ശൂരുമുള്ള അഡ്വാൻറ്റേജ് ആ ലെവലിലേക്ക് കൊല്ലത്ത് വന്നിട്ടില്ല. പക്ഷെ കൊല്ലത്ത് പ്രധാന കക്ഷിയായിട്ട് വരും. അതുപോലെ തന്നെയാണ് മറ്റു പല പല മുനിസിപ്പാലിറ്റികളും BJP, കൊടുങ്ങല്ലൂര്, പാലക്കാട്, തൃപ്പൂണിത്തുറ, പന്തളം, അതുപോലെയുള്ള പല പല മുനിസിപ്പാലിറ്റികളിലും BJPക്ക് ശക്തമായത്. അതെല്ലാം BJP അധികാരത്തിൽ തന്നെ വരാൻ സാധ്യതയുള്ള മണ്ഡലം. തിരുവനന്തപുരത്ത് തന്നെ നെടുമങ്ങാട്, ആറ്റിങ്ങൽ, വർക്കല. അതെ, ആറ്റിങ്ങലിലും നെടുമങ്ങാടും ഒക്കെ വളരെയധികം സാധ്യതകളുണ്ട്. ഇപ്പൊ കോർപ്പറേഷനിൽ ഒരു കോർപ്പറേഷൻ എന്തായാലും BJPക്ക് എൻഷുർ ആണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചും അതുപോലെ BJP നിർണായക ശക്തിയായിരിക്കും, ചിലപ്പോൾ ഭരണകക്ഷിയുമായെന്നിരിക്കും. ആ തരത്തിലുള്ള സാധ്യതകൾ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റികളിൽ BJPയുടെ നല്ല റെപ്രസെന്റേഷൻ BJPക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും BJP ഒരുപാട് മുന്നേറ്റം നടത്തി. നമ്മൾ എടുത്തു പറയേണ്ടത് 2015-ലും 20-ലെയും
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയും വലതു മുന്നണിയും ഒരുപോലെ ക്ഷീണിക്കുകയും BJP മാത്രമാണ് മുന്നോട്ട് വരികയും ചെയ്തത്. സീറ്റുകളിലും വോട്ടിലും എല്ലാം തന്നെ മുന്നോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും BJPക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും. വിശേഷിച്ചും ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച 22% മുതൽ 25% വരെയെങ്കിലും വോട്ടുകൾ, അത് നമ്മൾ സ്റ്റേറ്റ് വൈഡ് പറയുമ്പോഴാണ്. പക്ഷേ ചില പ്രദേശങ്ങളിൽ അതിന്റെ ലെവൽ എന്ന് പറയുന്നത് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. അപ്പൊ അതിൽ ഒരു പ്രധാന കോൺട്രിബ്യൂഷൻ കേരളത്തിലെ UDFന്റെ തകർച്ച തന്നെയാണ്. പിന്നെ ന്യൂനപക്ഷ പോളറൈസേഷൻ വിചാരിച്ചതുപോലെ കേരളത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാവുക, പക്ഷെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു ഏകീകരണം ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. BJP നല്ല കടന്നുകയറ്റം ആ മേഖലയിലും ഉണ്ടാക്കിയെടുക്കാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും ചരിത്രപ്രധാനമായ ഒന്നായി മാറും. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കമായിരിക്കും. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും. അത് തീർച്ചയായിട്ടും 2026 ഒരു സെമി ഫൈനലായിട്ട് ഇത് മാറും എന്നാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJPക്കാണ് മേധാവിത്വമെങ്കിലും മൊത്തം സംസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് BJPയുടെ വളർച്ച മുന്നോട്ട് പോകുമെങ്കിൽ പോലും ഒരു മൊത്തത്തിൽ മേധാവിത്വം അഡ്വാൻറ്റേജ് മേധാവിത്വം ഞാൻ പറയുന്നില്ല, ഇടതുപക്ഷത്തിന് ചില അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട്. കാരണം BJP പിടിക്കുന്ന വോട്ടും BJP ഏതാണ്ട് 90% സീറ്റിൽ മത്സരിക്കുന്നതുകൊണ്ട് കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും സ്വാധീനിക്കുമെങ്കിൽ കോൺഗ്രസിനെ കൂടുതൽ സ്വാധീനിക്കും. കാരണം കോൺഗ്രസിന് സംഘടനാ ശക്തിയില്ല തടയാനായിട്ട്, ഇടതുപക്ഷത്തിന് ഒരു പരിധിവരെ തടയാൻ കഴിയും. അതുകൊണ്ട് ഈ BJP പിടിക്കുന്ന വോട്ടിന്റെ അഡ്വാൻറ്റേജ് കൊണ്ട് ഇടതുപക്ഷത്തിന് ചില നേട്ടങ്ങൾ ഉണ്ടാകും. അല്ലാതെ ഭരണത്തിന്റെ മികവല്ല അത്. അതാണ് ആ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ CPMന് നമ്മൾ ഈ മണ്ണും ചാരി നിന്ന് ആൾ പെണ്ണുകൊണ്ട് പോകുന്ന പോലെയാണ്. അതായത് ഒരിക്കലും അത് നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കാൻ സാധ്യതയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരവസ്ഥയിലേക്ക് കേരളം വീണ്ടും തീർച്ചയായും ഹങ് അസംബ്ലി തന്നെയായി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് 20% ഒരു തേർഡ് മുന്നണി പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹങ് അസംബ്ലിയിലേക്കായിരിക്കും സംസ്ഥാനം പോവുക. അത് നമ്മൾ മറ്റു പല സംസ്ഥാനങ്ങളും, ഇപ്പൊ കർണാടകം പോലുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതിന് പൊതുവെ രാഷ്ട്രീയ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഈ ത്രികോണ മത്സരത്തില് മൂന്നാം കക്ഷി വന്നു കഴിഞ്ഞാൽ 20% കൂടുതൽ BJP നേടുകയാണെങ്കിൽ, അങ്ങനെ നേടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാത്ത ഒരു പോസ്റ്റ് പോൾ അറേഞ്ച്മെന്റ്സിലേക്ക് കേരളം നീങ്ങും.